ഗുഡ് മോർണിംഗ് ഗെയ്സ്. ഞാനിവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് എടുക്കുന്നത്. എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് ആണ് തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതിന് മുമ്പ് ട്രേഡിംഗ് എന്താണ് ട്രേഡിംഗ് എന്നുള്ളത് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്താണ് ട്രേഡിംഗ് എന്നുള്ളത്. ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കച്ചവടം അല്ലേ. നമ്മളൊരു സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, വിൽക്കുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രേഡുകൾ പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നതാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം. ഒരു കമ്പനിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു, അതെന്താണ് റീറ്റെയിൽഡായിട്ട് ആളുകൾക്ക് ഇങ്ങനെ വിൽക്കുന്നതിനെയാണ് നമ്മൾ ട്രേഡായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡിജിറ്റൽ വേർഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യേണ്ട, നമുക്ക് കമ്പനിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പ്രൊഡക്റ്റുകൾ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല, എല്ലാം ഓൺലൈനായിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റുകൾ വരുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരുപാട് തരം മാർക്കറ്റുകൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് ഫോറക്സ് മാർക്കറ്റ് വരുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് വരുന്നുണ്ട്, ക്രിപ്റ്റോ വരുന്നുണ്ട്, കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകൾ വരുന്നുണ്ട്. സോ ഇതിൽ ഫോറക്സ് ട്രേഡിംഗ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുടെ കറൻസി പെയറുകളിൽ ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് രണ്ട് രാജ്യങ്ങളുടെ രണ്ട് കറൻസീസ് ഉണ്ടാവും. ഒരു കറൻസി കൊടുത്ത് മറ്റൊരു കറൻസി വാങ്ങുന്നതിനാണ് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യൂറോ USD എന്ന് പറയുന്ന രണ്ട് രാജ്യവും അതിൻ്റെ രണ്ട് കറൻസീസും, യൂറോ USD, ഈ രണ്ട് കറൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രേഡുകൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കറൻസി കൊടുത്ത് മറ്റൊരു കറൻസി നമ്മൾ മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മേടിക്കുന്നത്, ഇപ്പോൾ യൂറോ ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒരു 100 എന്ന് പറയുന്ന ഒരു പ്രൈസിലായിരിക്കും ആ ഒരു കറൻസി നിൽക്കുന്നത്. ആ കറൻസി നമ്മൾ 100-ൽ മേടിച്ചിട്ട് അതിൻ്റെ പ്രൈസ് വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട്, ഇപ്പോൾ പ്രൈസ് ഒരു 400 ആയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 400-ൽ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി പ്രോഫിറ്റ്, ഒരു 300 രൂപ നമുക്കവിടെ പ്രോഫിറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, രണ്ട് രാജ്യങ്ങളുടെ, അതായത് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഷോർട്ടാണ് ഫോറക്സ് കേട്ടോ. രണ്ട് രാജ്യങ്ങളുടെ കറൻസി പെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ഞാൻ പറയണ്ടായി പല തരത്തിലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ ഉണ്ടെന്ന് പറയണ്ടായി. സ്റ്റോക്ക് മാർക്കറ്റ്, കമ്മോഡിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ എന്തുകൊണ്ട് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബെനിഫിറ്റ്സിൽ ആദ്യം വരുന്നത് സമയമാണ് അല്ലേ. ആർക്കും ഇപ്പോൾ എന്തില്ല, സമയം എന്ന് പറയുന്ന ഒരു ഇത് ഫ്രീ ആയിട്ട് ആരും ഉണ്ടാവാറില്ല. എല്ലാവരും എൻഗേജഡ് ആണ് ഓരോ കാര്യങ്ങളിലായിട്ട്. അപ്പോൾ ഫസ്റ്റ് ബെനിഫിറ്റ് വരുന്നത് ടൈമിങ് തന്നെയാണ്. ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ടൈമിംഗ് വരുന്നത് 24/5 ആണ് വരുന്നത്. അതായത് 24 മണിക്കൂർ ഉണ്ടാവും, 5 ഡേയ്സ്, മൺഡേ ടു ഫ്രൈഡേ ആണ് മാർക്കറ്റ് ഉള്ളത്. 24 അവർ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വരുന്നത് രാവിലെ 9:15 തൊട്ടിട്ട്, ഇന്ത്യൻ ടൈം 9:15 തൊട്ടിട്ട് വൈകിട്ട് 3:30 വരെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും എന്തായിരിക്കും, എൻഗേജഡ് ആയിരിക്കും അല്ലേ. സോ 24 മണിക്കൂറുള്ള മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും ഇരുന്ന് ട്രേഡും കാര്യങ്ങളും ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ബെനിഫിറ്റ് വരുന്നത് ഫോറക്സ് ട്രേഡിങ് ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. ഡീസെൻട്രലൈസ്ഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡീസെൻട്രലൈസ്ഡ് എന്ന്. അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണ്, ഒരു റിമോട്ട് കൺട്രോൾ വരുന്നത് അല്ലേ, ഒന്നിൻ്റെ അണ്ടറിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിലോ, ഇത് ഒരു രാജ്യത്തിൻ്റെയും അണ്ടറിലല്ല എന്ത് വരുന്നത്, ഫോറക്സ് ട്രേഡിങ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ആരുടെ അണ്ടറിലാണ് വരുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, സെബിയുടെ അണ്ടറിൽ അല്ലേ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഫോറക്സ് ട്രേഡിങ് ഇതുപോലെ ഒരു രാജ്യത്തിൻ്റെയും അണ്ടറിലല്ല. അതുകൊണ്ട് എന്താ നമുക്ക് ബെനിഫിറ്റ്സ്, നമുക്ക് ഏത് രാജ്യത്തിരുന്നിട്ടും ഒരേ റൂൾസിൽ നമുക്ക് ട്രേഡുകൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് ഇവിടെ ഇരുന്നിട്ടും UK-യിൽ ഇരുന്നിട്ട് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ, റൂൾസുകൾ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് റൂൾസുകളൊന്നും മാറില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ലോകത്തിലെ ഏത് രാജ്യത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിങ്ങുകൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഒരു ബെനിഫിറ്റ്സ് വരുന്നത് ഡീസെൻട്രലൈസ്ഡ് ആവുന്ന സമയത്ത്. ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ ആളുകളും ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ദ ബിഗ്ഗസ്റ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോറക്സ് ട്രേഡിങ്ങിനെയാണ് പറയുന്നത് കേട്ടോ. ഒരു ദിവസത്തിൽ 8 ട്രില്യണോളം വോളിയം എന്തിലുണ്ടാവാറുണ്ട്, മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്.
കോമൺലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എത്ര രൂപയാണ് നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു ലിവറേജ് തരുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ലിവറേജ് എന്നുള്ള ക്ലാസ്സിൽ നമുക്ക് ഡീപ്പായിട്ട് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പോൾ ലിവറേജ് തരുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും, അതായത് മിനിമം ഒരു $100 ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ്, നമുക്കിത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമോ, പാർട്ട് ടൈം ആയിട്ട് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ സ്റ്റാർട്ടിങ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്കത് ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള കണക്ക് പാർട്ട് ടൈം ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുൾ ടൈം ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം. എല്ലാവരും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുക. അത് ഷോർട്ട് ടൈമിലേക്കാണെന്നുണ്ടെങ്കിലും ലോങ് ടൈമിലേക്കാണെന്നുണ്ടെങ്കിലും.